ആദ്യത്തെ ചാപ്റ്റർ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള, അതായത് സഹകരണ നിയമനിർമ്മാണം ഇന്ത്യയിലും കേരളത്തിലും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. 1892 മദ്രാസ് ഗവൺമെൻറ് ഫെഡറിക് നിക്കോൾസനെ, അതായത് അന്നത്തെ ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസറായിരുന്ന ഫെഡറിക് നിക്കോൾസനെ കോപ്പറേഷനെ പറ്റി പഠിക്കാനായിട്ട് അദ്ദേഹത്തെ യൂറോപ്പിലോട്ട് അയച്ചു. അപ്പോൾ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആ വർഷം തൊട്ടാണെന്ന് നമുക്ക് പറയാം. 1892 അന്നത്തെ ഗവർണർ, അതായത് മദ്രാസ് ഗവൺമെൻറ് ഫെഡറിക് നിക്കോൾസനെ യൂറോപ്പിലോട്ട് കോപ്പറേഷനെ പറ്റി പഠിക്കാനായിട്ട് അയച്ചു. 1899 അദ്ദേഹം അവിടെ പോയി പഠിച്ച് അതിനെപ്പറ്റി റിപ്പോർട്ട് നൽകി. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് നിയമനിർമ്മാണത്തിന് 5 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണുള്ളത്, അതായത് 5 പ്രധാനപ്പെട്ട കാലയളവ്. ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുമ്പം 1904 മുതൽ 1911 വരെയായിരുന്നു ഒന്നാം ഘട്ടം. ഇന്ത്യൻ സഹകരണ നിയമനിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ സഹകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാം കാലഘട്ടം 1904 മുതൽ 1911 വരെയായിരുന്നു. രണ്ടാം ഘട്ടം 1912 മുതൽ 1918 വരെയായിരുന്നു. മൂന്നാം ഘട്ടം 1919 മുതൽ 1929 വരെയായിരുന്നു. നാലാം ഘട്ടം 1930 മുതൽ 1938 വരെയായിരുന്നു. അഞ്ചാം ഘട്ടം 1939 മുതൽ 1946 വരെയായിരുന്നു. ഈ 5 കാലഘട്ടവും പഠിച്ചു കഴിയുമ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിയും. അപ്പോൾ ആദ്യത്തെ കാലഘട്ടമായിരുന്നു 1904 മുതൽ 1911 വരെ. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. ഈ കാലയളവിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. അതായത് ഇന്ത്യൻ കോപ്പറേറ്റീവ് ചരിത്രത്തിലെ ആദ്യത്തെ സഹകരണ നിയമമായിരുന്നു 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. The history of cooperative legislation began in India when the first Cooperative Societies Act passed in 1904. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഈ ആക്ട് തുടങ്ങിയതിന് മുതലാണ്. This act was based on English Friendly Societies Act 1896. ഈ ആക്ട് ബേസ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 പ്രകാരമാണ്. The object of the act was stated in the preamble was to encourage thrift, self-help and cooperation among agriculturists, artisans and persons of limited means. അതായത് ഈ ആക്ടിൻ്റെ പ്രധാന ഉദ്ദേശം, അതിൻ്റെ ആമുഖത്ത് പറഞ്ഞിരിക്കുന്നത് എൻകറേജ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, കോപ്പറേഷൻ അമംഗ് അഗ്രികൾച്ചറിസ്റ്റ്, കർഷകർക്കിടയിലുള്ള സഹകരണം, ആർട്ടിസൻസ് അതായത് കൈത്തൊഴിലാളികൾക്കിടയിലുള്ള പരസ്പര സഹകരണം, പേഴ്സൺസ് ഓഫ് ലിമിറ്റഡ് മീൻസ്, അതായത് പേഴ്സൺസ് ഓഫ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം കുറവുള്ള ആൾക്കാരിലുള്ള കാര്യങ്ങൾ. ഇവരെ 3 പേരെയും പ്രധാനമായിട്ട് ലക്ഷ്യമാക്കിയായിരുന്നു ഈ ആക്ട് നിലവിൽ വന്നത്. അടുത്തത് ഈ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. ഈ ആക്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത, എനി 10 പേഴ്സൺ ലിവിങ് ദ സെയിം ലൊക്കാലിറ്റി കുഡ് ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ എൻകറേജ്മെൻറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് എമംഗ് ദം. അതായത് സെയിം ലൊക്കാലിറ്റിപ്പെട്ട 10 പേർ ഉണ്ടെങ്കിൽ ഒരു സഹകരണ സംഘം ഫോം ചെയ്യാമായിരുന്നു. ഈ ആക്ടിൻ്റെ രണ്ടാമത്തെ ഫീച്ചേഴ്സാണ് സൊസൈറ്റി വെയർ ക്ലാസിഫൈഡ് ആസ് റൂറൽ ആൻഡ് അർബൻ. ഈ ആക്ട് പ്രകാരം സംഘങ്ങളെ റൂറൽ എന്നും അർബൻ എന്നും രണ്ടായിട്ട് തിരിച്ചു. റൂറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമീണം, അർബൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗരികം. മൂന്നാമത്തെ ഈ ആക്ടിൻ്റെ ഫീച്ചറായിരുന്നു ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതായത് പ്രവർത്തന മേഖല നിയന്ത്രണ വിധേയമായിരുന്നു. അതായത് ഈ ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ആയിരുന്നു. നാലാമത്തെ ഫീച്ചറായിരുന്നു ലോൺസ് വെയർ ഗിവൺ ഓൺ ദ ബേസിസ് ഓഫ് പേഴ്സണൽ സെക്യൂരിറ്റി. വ്യക്തിപരമായ ഈടിന്മേലായിരുന്നു ലോൺ കൊടുത്തിരുന്നത്. അഞ്ചാമത്തെ ഈ ആക്ടിൻ്റെ ഫീച്ചേഴ്സായിരുന്നു വൈഡ് പവേഴ്സ് വെയർ ഗിവൺ ടു രജിസ്ട്രാർ. സൊസൈറ്റിയുടെ പൂർണ്ണ അധികാരം സഹകരണ രജിസ്ട്രാറിൽ ഈ ആക്ട് പ്രകാരം നിക്ഷിപ്തമായിരുന്നു. അടുത്തൊരു പോയിൻ്റാണ് ചീഫ് ഒബ്ജക്റ്റ് ഓഫ് ദ സൊസൈറ്റി വുഡ് ബി റേസ് ഫണ്ട് ബൈ ഡിപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ നിക്ഷേപം സ്വീകരിക്കുക,
ആസ് വെൽ ആസ് ലോൺ ഫ്രം നോൺ മെമ്പേഴ്സ് ഓർ വിച്ച് ദ പെർമിഷൻ ഓഫ് ദ രജിസ്ട്രാർ. മെമ്പേഴ്സിന് ലോൺ കൊടുക്കുക, അതായത് സഹകരണ സംഘ രജിസ്ട്രാറിൻ്റെ അനുവാദത്തോടുകൂടി ഇത് രണ്ടും ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറായിരുന്നു ഈ ആക്ടിൻ്റെ ദ റൂറൽ സൊസൈറ്റി വെയർ ടു ബി ഓർഗനൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പോൾ ഈ ആക്ടിൽ സംഘങ്ങളെ റൂറൽ എന്നും അർബൻ എന്നും ക്ലാസിഫൈ ചെയ്ത് നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ റൂറൽ സൊസൈറ്റിയുടെ ലയബിലിറ്റി ലിമിറ്റഡും അർബൻ സൊസൈറ്റിയുടെ ലയബിലിറ്റി എപ്പോഴും അൺലിമിറ്റഡും ആയിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇൻ ദ കേസ് ഓഫ് റൂറൽ സൊസൈറ്റി ദ സർപ്ലസ് ഫണ്ട്സ് വെയർ ടു ബി ഡിപ്പോസിറ്റഡ് ഇൻ ദ റിസർവ് ഫണ്ട്. റൂറൽ സംഘങ്ങളിലെ അധിക ഫണ്ട്, അതായത് പ്രോഫിറ്റ് റിസർവ് ഫണ്ടായിട്ട് കാണുമായിരുന്നു. റിസർവ് ഫണ്ടായിട്ട് നമ്മൾ കരുതി വെക്കേണ്ട ഈ ഒരു ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. 1904 ആക്റ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറായിരുന്നു ലോൺസ് കുഡ് ബി അഡ്വാൻസ്ഡ് ഓൺലി ടു ദ മെമ്പേഴ്സ്. മെമ്പേഴ്സിന് മാത്രമായിരുന്നു ലോൺ കൊടുത്തിരുന്നത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്, മെമ്പേഴ്സിന് മാത്രമേ നമുക്ക് ലോൺ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 1904 മുതൽ 1911 വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാന ഒരു കാര്യമായിരുന്നു ഈ 1904 ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ കാലഘട്ടം തുടങ്ങുന്നത് 1912 മുതൽ 18 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെ പ്രധാന ഒരു സംഭവമായിരുന്നു രണ്ടാമത് പുതിയൊരു ആക്ട് വന്നു, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആക്റ്റാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ആക്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആയിരുന്നു. രണ്ടാമത്തെ നിയമം പിന്നെ വന്നു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 അതായത് ക്രെഡിറ്റ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് രണ്ടാമത്തെ നിയമത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്ന ഒരാക്ട് നിലവിൽ വന്നു. അപ്പം രണ്ട് പ്രധാനപ്പെട്ട ആക്റ്റാണ്. ഒന്ന് ആദ്യത്തെ നിയമം 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. അങ്ങനെ രണ്ടാമത്തെ പുതിയൊരു നിയമം ഇന്ത്യയിൽ വന്നു, അതായത് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഒന്ന്, ദ പ്രൊമോഷൻ ഓഫ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് നമ്മുടെ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യമായിരുന്നു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് കോപ്പറേറ്റീവ് തത്വങ്ങളനുസരിച്ച് അംഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതായിരുന്നു ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. അടുത്ത, ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഇൻ എ സെൻട്രൽ സൊസൈറ്റി വാസ് ടു ബി ലിമിറ്റഡ് ആൻഡ് ദാറ്റ് ഓഫ് എ പ്രൈമറി സൊസൈറ്റി വാസ് ടു ബി അൺലിമിറ്റഡ്. സെൻട്രൽ സൊസൈറ്റിയുടെ ലയബിലിറ്റി ലിമിറ്റഡും പ്രൈമറി സൊസൈറ്റികളുടെ ലയബിലിറ്റി അൺലിമിറ്റഡും ഈ ഫീച്ചേഴ്സ് പ്രകാരം ഈ ആക്ട് പ്രകാരം നിലവിൽ വന്നു. ഈ ആക്ടിൻ്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് ദ മിനിമം നമ്പർ ഓഫ് റിക്വയർഡ് ടു ഫോം എ സൊസൈറ്റി വാസ് 10 ഇൻഡിവിജ്വൽ ഹൂ ഹാഡ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെച്യൂരിറ്റി, അതായത് 18 ഇയേഴ്സ്. 18 വയസ്സുള്ള 10 വ്യക്തികൾ ചേർന്ന് നമുക്ക് സംഘങ്ങൾ രൂപീകരിക്കാമെന്ന് ഈ ആക്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത, ദ സൊസൈറ്റി വെയർ പെർമിറ്റഡ് ദ റിസീവ് ഡിപ്പോസിറ്റ് ആൻഡ് ലോൺ ഈവൻ ഫ്രം നോൺ മെമ്പേഴ്സ്. ഈ ആക്ട് പ്രകാരം നമുക്ക് സൊസൈറ്റികൾ ഡിപ്പോസിറ്റ് ലോൺ നോൺ മെമ്പറിൽ നിന്നും ഡിപ്പോസിറ്റ് സ്വീകരിക്കുക, നോൺ മെമ്പറിന് ലോൺ കൊടുക്കാമെന്നൊരു കണ്ടീഷൻ 1912 ആക്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. ഒന്നാമത്തത്, ഒരു ഗ്രാമത്തിലോ ഒരു നഗരത്തിലോ വസിക്കുന്ന 10 പേർ അംഗങ്ങളായി ഒരു സഹകരണ സംഘം രൂപീകരിക്കാം എന്നാണ് നമ്മൾ 1904 ആക്ടിനകത്ത് പഠിച്ചത്. പക്ഷേ ഈ ആക്ട് പ്രകാരം 18 വയസ്സ് പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ, നമുക്ക് 10 പേർക്ക് മാത്രമേ സംഘങ്ങൾ രൂപീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 1904 1912 ഈ 2 ആക്ടുകൾ പ്രധാനപ്പെട്ട 2 ആക്ടുകളാണ്. ഇത് എല്ലാവരും പഠിച്ചു നോക്കുക. അടുത്ത് നമ്മൾ പഠിക്കുന്നത് 1914 ഒരു കമ്മിറ്റിയെ പറ്റിയാണ്, അതായത് മഗ്ലഗാൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയെ പറ്റിയാണ്. ഇൻ ഓർഡർ ടു നോ ദ പ്രോഗ്രസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റഡ് എ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് മഗ്ലഗാൻ ഇൻ ഒക്ടോബർ 1914. അതായത് ഇന്ത്യയിലെ സഹകരണത്തിൻ്റെ വളർച്ചയെ പഠിക്കാനായിട്ട് 1914 മഗ്ലഗാൻ എന്ന് പറഞ്ഞ ഒരാളെ, അദ്ദേഹം ചെയർമാനായിട്ടുള്ള പുതിയൊരു കമ്മിറ്റി ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ചു. അങ്ങനെ ഈ കമ്മിറ്റി 1915 പുതിയൊരു റിപ്പോർട്ട് കൊണ്ടുവന്നു.
പ്രധാനമായിട്ടും 1915 കൊണ്ടുവന്ന റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ റിപ്പോർട്ടിനകത്തുള്ള ഉള്ളടക്കം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇനി പഠിക്കുന്നത്. ഒന്നാമത്തെ, സൊസൈറ്റി മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി കോപ്പറേറ്റീവ്, കോപ്പറേറ്റീവ് യൂണിയൻ, സെൻട്രൽ കോപ്പറേറ്റീവ്, പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നീ രീതിയിൽ സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യണമെന്ന് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. മക്ലഹൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് സൊസൈറ്റി മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി കോപ്പറേറ്റീവ്സ്, കോപ്പറേറ്റീവ് യൂണിയൻ, സെൻട്രൽ കോപ്പറേറ്റീവ് ആൻഡ് പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, നോളജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോപ്പർ സെലക്ഷൻ ഓഫ് മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് തത്വങ്ങളെ പറ്റിയുള്ള അറിവും മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രോപ്പർ സെലക്ഷനും ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നു. പിന്നെ പറഞ്ഞൊരു കാര്യമാണ് ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ജനാധിപത്യമായ ഒരു ഭരണ സംവിധാനം വേണമെന്നും ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നു. ബിൽഡിംഗ് അപ്പ് ഓഫ് സ്ട്രോങ് റിസർവ് ഫണ്ട്, നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് റിസർവ് ഫണ്ടുകളെ മാറ്റി വെക്കണമെന്നും ഈ കമ്മിറ്റിക്കകത്ത് പറയുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട കാലമാണ് 1919 മുതൽ 1929 വരെയുള്ള കാലഘട്ടം. ഈ 1919 പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സഹകരണ സംസ്ഥാന വിഷയമായി മാറി. അതായത് മൊണ്ടേഗു ജെയിംസ് റിഫോംസ് അനുസരിച്ച് 1919 മൊണ്ടേഗു ജെയിംസ് റിഫോം അനുസരിച്ച് സഹകരണം സംസ്ഥാന വിഷയമായിട്ട് മാറി. അത് കാരണം ഈ മാറ്റത്തെ തുടർന്ന് ഇന്ത്യയിലെ മിക്കവാറും സകല സംസ്ഥാനങ്ങളും സ്വതന്ത്രമായിട്ട് സഹകരണ നിയമങ്ങൾ രൂപീകരിച്ചു. അപ്പം 1919 മുതൽ 1932 വരെയുള്ള 1919 മുതൽ 1929 വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹകരണം എന്നുള്ളത് അതാത് സംസ്ഥാന വിഷയമായിട്ട് മാറി. അത് കാരണം ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളും സ്വന്തമായിട്ട് സഹകരണ നിയമങ്ങൾ രൂപീകരിക്കാനായിട്ട് തുടങ്ങി. ഈ മാറ്റം സഹകരണ പ്രസ്ഥാനത്തിൽ വലിയൊരു മാറ്റമാണ് സൃഷ്ടിച്ചത്. അടുത്ത ഒരു കാലഘട്ടമായിരുന്നു 1930 മുതൽ 38 വരെ. നിങ്ങൾക്കറിയാം 1935 റിസർവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇൻ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. മോസ്റ്റ് ഓഫ് ദ ഗവൺമെൻറ് പാസ്ഡ് വേരിയസ് പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ്സ് ആക്ട് ഡ്യൂറിങ് ദ പീരീഡ്. അപ്പോൾ 1935 റിസർവ് ബാങ്ക് വരികയും ഒരുപാട് സംസ്ഥാനങ്ങൾ അവരുടേതായ നിയമങ്ങൾ പാസ്സാക്കുകയും ചെയ്തു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1925 നിലവിൽ വന്നു. ഈ ആക്റ്റിൽ തുറന്ന് തന്നെ പിന്നീട് തന്നെ മദ്രാസ്, ബീഹാർ, ഒറീസ, ബംഗാൾ എല്ലാം അവരുടേതായ ആക്റ്റുകളും പാസ്സാക്കി. 1932 മദ്രാസ് കോപ്പറേറ്റീവ് ആക്ട്, 35 ബീഹാർ, 40 അങ്ങനെ സഹകരണം ഒരു സംസ്ഥാന വിഷയമായപ്പം അതാത് സംസ്ഥാനങ്ങൾ അവരുടേതായ ചില നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. അടുത്ത സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് 1939 മുതൽ 1946 വരെ. ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് മെയ്ഡ് റാപ്പിഡ് പ്രോഗ്രസ് ആസ് എ റിസൾട്ട് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം കോപ്പറേറ്റീവ് മേഖലയിൽ ഒരു ദ്രുതഗതിയിലുള്ള വളർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. 1944 ഇന്ത്യ ഗവൺമെൻറ് ഒരു പുതിയൊരു കമ്മിറ്റിയും കൂടെ അപ്പോയിൻറ്റ് ചെയ്തു. DR ഗാഡ്ഗിലിനെ ചെയർമാനാക്കിയുള്ള പുതിയൊരു കമ്മിറ്റി. അപ്പോൾ നമ്മൾ കുറേ കമ്മിറ്റികളും കുറേ ചെയർമാനെ വെച്ചുള്ള കുറേ കമ്മിറ്റികൾ നമ്മൾ മുമ്പ് പഠിച്ചു. അപ്പോൾ 1944 പുതിയൊരു കമ്മിറ്റി നിയോഗിച്ചു. അതിൻ്റെ ചെയർമാൻ DR ഗാഡ്ഗിലായിരുന്നു. 1945 RG സരയ്യ എന്ന് പറഞ്ഞ കമ്മിറ്റി വന്നു. 1946 RG സരയ്യയുടെ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നു. ഈ സരയ്യ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ബി ചേഞ്ച് ദർ ലയബിലിറ്റി ഫ്രം അൺലിമിറ്റഡ് ലിമിറ്റഡ്. അപ്പോൾ RG സരയ്യ കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു സൊസൈറ്റിയുടെ ലയബിലിറ്റിയെ അൺലിമിറ്റഡ് നിന്ന് ലിമിറ്റഡ് ആക്കിയത് RG സരയ്യ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമായിരുന്നു. RG സരയ്യ കമ്മിറ്റിയുടെ രണ്ടാമത്തെ ഫീച്ചറാണ് എ സ്പെസിഫിക് പ്രൊവിഷൻ ഫോർ അപ്പീൽ അഗൈൻസ്റ്റ് റിഫ്യൂസൽ ബൈ രജിസ്ട്രാർ ടു രജിസ്റ്റർ എ സൊസൈറ്റി ഷുഡ് ബി മെയ്ഡ് ഇൻ ദിസ് ആക്ട്. അതായത് രജിസ്ട്രാർ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ ഏതെങ്കിലും തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ട് രജിസ്ട്രാർ ഏതെങ്കിലും തീരുമാനങ്ങൾ സഹകരണ സംഘങ്ങൾ കൊടുക്കുന്ന തീരുമാനങ്ങൾ നിരസിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാറിനെതിരെ അപ്പീൽ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ RG സരയ്യ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പം 1945 RG സരയ്യ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ ഇതൊക്കെയാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള. കേരളത്തിലെ സഹകരണ വളർച്ച എങ്ങനെയാണെന്നാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരളക്കകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു.
1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു. 1915 ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തു. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തത് 1915 ഇപ്പോഴത്തെ കേരള ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഫോം ചെയ്ത് 1915 1919 കോർപ്പറേഷൻ ബിക്കം എ സ്റ്റേറ്റ് സബ്ജക്റ്റ്. നമുക്കറിയാം, ഒരു സഹകരണം എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളുടെ വിഷയമായി മാറി അതാത് സംസ്ഥാനങ്ങൾ സ്വന്തമായിട്ട് നിയമം നിർമ്മിക്കാൻ തുടങ്ങിയത് 1919. 1932 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു. 1951 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു. 1956 കേരള സ്റ്റേറ്റ് നിലവിൽ വന്നു. അപ്പോൾ ഇതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ കേരളത്തിലെ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ സഹകരണ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, KCS ആക്ട് എന്നാണ് നമ്മൾ പറയുന്നത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, ഈ ആക്ടിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് ഇപ്പോൾ പഠിക്കാം. The object of the society registered under this act must be promotion of economic interest of its members and public. അതായത് പബ്ലിക്കിൻ്റെയും മെമ്പേഴ്സിൻ്റെയും സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ആക്ട് പ്രകാരം പ്രധാന ഉദ്ദേശം. പിന്നെയാണ് ഈ KCS ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, KCS ആക്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ടു ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി 25 പേരായിരിക്കണം കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് വേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ചു, ഇന്ത്യയിലെ ആദ്യത്തെ 2 നിയമങ്ങൾ പ്രകാരം 10 പേര് മതിയായിരുന്നു. പക്ഷേ നിലവിലുള്ള കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം 25 പേരായിരിക്കണം ഒരു സംഘം രജിസ്റ്റർ ചെയ്യാനായിട്ട് വേണ്ടത്. ലയബിലിറ്റി ഓഫ് ദ സൊസൈറ്റി മസ്റ്റ് ബി ലിമിറ്റഡ്. പഴയ നിയമത്തിനകത്തൊക്കെ അൺലിമിറ്റഡ്, ലിമിറ്റഡ് ഒക്കെ ഉടനെ, പക്ഷേ KCS ആക്ട് പ്രകാരം ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ പാടുള്ളൂ. അടുത്ത പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ഫിക്സിംഗ് ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ്. KCS ആക്ടിനകത്താണ് കമ്മിറ്റി മെമ്പർമാരുടെ ആർക്ക് ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും പറയുന്നത്. ആർക്കൊക്കെ മെമ്പറാവാൻ പാടില്ല, കമ്മിറ്റി മെമ്പറാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നതും KCS ആക്ടിനകത്താണ് വിശദമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ദ രജിസ്ട്രാർ ഹാവ് വൈഡ് പവർ ആൻഡ് ഹീ ഈസ് ദ ഫൈനൽ അതോറിറ്റി ഇൻ ആൾ മാറ്റേഴ്സ്. സഹകരണ പ്രസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് സഹകരണ സംഘം രജിസ്ട്രാറിനാണ്. അപ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇന്ത്യയിലെ സഹകരണവും കേരളത്തിലെ സഹകരണം പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് തന്നെ പഠിക്കുന്ന പ്രധാനപ്പെട്ട 5 കാലഘട്ടത്തെ പറ്റിയാണ് പഠിക്കുന്നത്. 1904 മുതൽ 1911 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് 1904 ആദ്യത്തെ സഹകരണ നിയമം ഇന്ത്യയിൽ വന്നത്. 2ാമത്തെ കാലഘട്ടമാണ് 1912 മുതൽ 18 വരെയുള്ള 2ാമത്തെ കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ 2ാമത്തെ സഹകരണ നിയമമായ 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്, പിന്നെ മഗ്ലാൻ കമ്മിറ്റിക്ക് വന്നത്. 3ാമത്തെ കാലഘട്ടമാണ് 1919 മുതൽ 1929 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് സഹകരണം സംസ്ഥാന വിഷയമാകുകയും അതാത് സംസ്ഥാനങ്ങൾ ഓരോരോ സഹകരണ നിയമങ്ങൾ നിർമ്മിക്കുവാനും തുടങ്ങിയത്. 4ാമത്തെ കാലഘട്ടമാണ് 1930 മുതൽ 38 വരെയുള്ള കാലഘട്ടം. ഈ സമയത്താണ് ബോംബെ ആക്ട് വന്നതും, ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് വന്നതും, മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് വന്നതൊക്കെ ഈ കാലഘട്ടത്തിലാണ്. 1930-46 കാലഘട്ടത്തിലാണ് DR ഗാഡ്ഗിൽ, RG സാരിയ കമ്മിറ്റികളൊക്കെ വന്നതും ഈ കാലഘട്ടത്തിലാണ്. അടുത്ത ചാപ്റ്ററാണ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. അടുത്ത ക്വാളിറ്റീസ് ഓഫ് എ മെമ്പർ. ഒരു സഹകരണ സംഘത്തിൽ മെമ്പർ ആവാൻ ഉള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? 1ാമത്തെ അറ്റൈൻ ദ ഏജ് ഓഫ് 18 years, 18 വയസ്സ് പൂർത്തിയാക്കണം. ഹൂ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്, സ്ഥിരബുദ്ധിയുള്ള ആളാകണം. 3ാമത്തെ മെമ്പർ ആർക്കാവാം? ഹൂ ഈസ് എ റെസിഡൻറ്റ് വിത്തിൻ ഓർ ഇസ് ഇൻ ഒക്യുപേഷൻ ഓഫ് ലാൻഡ് ഇൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് സൊസൈറ്റി ക്യാൻ ബിക്കം എ മെമ്പർ. സംഘം പ്രവർത്തന പരിധി താമസിക്കുന്ന വ്യക്തിക്കോ പ്രവർത്തന പരിധി വസ്തുള്ള ഒരാൾക്കോ നമ്മുടെ മെമ്പർഷിപ്പിന് നമ്മുടെ ബാങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൈനർ ആയിരിക്കരുത്, 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ക്രിമിനൽ കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുവദിച്ച ആളായിരിക്കരുത്.
അതുപോലെ പെയ്ഡ് എംപ്ലോയി ഓഫ് ദ സൊസൈറ്റി, സംഘത്തിലെ സ്ഥിര ജീവനക്കാരന് ഒരിക്കലും മെമ്പറാകാനായിട്ട് പാടില്ല. സംഘത്തിൻ്റെ ജീവനക്കാരന് മെമ്പർഷിപ്പ് പാടില്ല. അടുത്ത, ഹി ഹാസ് ബീൻ സർചാർജ്ഡ് അണ്ടർ സെക്ഷൻ 68. സെക്ഷൻ 68 പ്രകാരം മുമ്പ് ഏതെങ്കിലും കുറ്റം കണ്ടുപിടിക്കുകയോ അതിന് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണെങ്കിൽ അവർക്കും കോപ്പറേറ്റീവ് ബാങ്കുകളിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പറ്റത്തില്ല. അടുത്ത, ഹീസ് ആൻഡ് ഇൻസോൾവെൻറ്റ്, പാപ്പരായിട്ട് കോടതി പാപ്പരായിട്ട് പ്രഖ്യാപിച്ച ഒരാൾക്കും മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഒരു ഫോർമാലിറ്റീസ് മെമ്പർഷിപ്പ്, എന്തൊക്കെയാണ് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഫോർമാലിറ്റി? അഡ്മിഷൻ ഫീസ്, സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, എനി അതർ റിക്വേർഡ് പേയ്മെൻറ്റ് ആസ് പെർ ബൈല. അതായത് നമ്മൾ അഡ്മിഷൻ ഫീസ് കൊടുക്കണം, പിന്നെ ബൈലയ്ക്കകത്ത് ബാങ്കിൻ്റെ ബൈലയ്ക്കകത്ത് എന്തെങ്കിലും ഫീസ് പ്രത്യേകമുണ്ട്, അതൊക്കെയാണ് നമ്മൾ മെമ്പർഷിപ്പിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അടുത്ത, വെനെവർ ദ എമൗണ്ട് കളക്റ്റഡ് ബൈ ദ സൊസൈറ്റി യൂഷ്വലി എൻറ്റേർഡ് ഇൻ ദ ഷെയർ സസ്പെൻസ് അക്കൗണ്ട്. അതായത് ആദ്യമായിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്ന ഒരാളുടെ പൈസ നമ്മൾ ഷെയർ സസ്പെൻസ് അക്കൗണ്ടിലാണ് നമ്മൾ ഇടുന്നത്. ആൻഡ് ട്രാൻസ്ഫേർഡ് കൺസെൻറ്റ് രജിസ്റ്റർ, എ ഡിസിഷൻ ഓൺ ആപ്ലിക്കേഷൻ മെമ്പർഷിപ്പ് ഷാൽ ബി വിത്തിൻ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഒരാൾ ബാങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ 2 മാസത്തിനകം അവർക്ക് തീരുമാനം ബാങ്ക് അയാളെ അറിയിച്ചിരിക്കണം. ഒന്നുകിൽ അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം, മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കാം. മെമ്പർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ 2 മാസത്തിനകം കൊടുത്തിരിക്കണം. അത് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 15 ദിവസത്തിനകം അദ്ദേഹത്തെ വിളിച്ച് പറയണം, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് അല്ല എന്ന് പറയണം. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒരു ബാങ്കിൽ മെമ്പർഷിപ്പിനൊരു ആപ്ലിക്കേഷൻ തന്നാൽ 2 മാസത്തിനകം അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കണം. അയാൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ യോഗ്യത ഇല്ലാത്ത ആളാണെങ്കിൽ 15 ദിവസത്തിന് ആപ്ലിക്കേഷൻ മേടിച്ച് 15 ദിവസത്തിനകം അദ്ദേഹത്തെ അറിയിക്കണം, നിങ്ങൾ ക്വാളിഫൈഡ് അല്ല എന്ന് പറയണം. അടുത്തയാണ് ഓർഡിനറി മെമ്പർ എന്നാൽ എന്താണ്? ആൻ ഓർഡിനറി മെമ്പർ ഇസ് എ റിയൽ മെമ്പർ. അതായത് ഓർഡിനറി മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ മെമ്പറാണ്. കോപ്പറേറ്റീവ് ബാങ്കുകളിലെ കോപ്പറേറ്റീവ് സംഘത്തിലെ റിയൽ മെമ്പറിനെയാണ് ഓർഡിനറി മെമ്പർ എന്ന് പറഞ്ഞത്. അതായത് എ ക്ലാസ് മെമ്പറിനെയാണ് നമ്മൾ ഓർഡിനറി മെമ്പർ എന്ന് പറയുന്നത്. ഇവർക്കാണ് വോട്ടിംഗ് റൈറ്റ് ഉള്ള ഇവരെയാണ് നമ്മൾ ഓർഡിനറി മെമ്പർ എന്ന് പറയുന്നത്. അടുത്ത, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. സെക്ഷൻ 18 പറഞ്ഞൊരു കാര്യമാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. അതായത് ഈ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിന് മെമ്പർഷിപ്പ് നമുക്ക് ഉണ്ടെങ്കിലും ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന മെമ്പർഷിപ്പാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. സാധാരണ സി ക്ലാസ് മെമ്പർഷിപ്പ് എന്നാണ് നമ്മളിതിനെ അറിയപ്പെടുന്നത്. സി ക്ലാസ് മെമ്പർഷിപ്പ് ഉള്ളവർക്ക്, അതായത് നോമിനൽ മെമ്പർക്ക് അഥവാ അസോസിയേറ്റ് മെമ്പർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. സാധാരണ എ ക്ലാസ് മെമ്പറിനുള്ള അവകാശങ്ങളോ കാര്യങ്ങളോ ഈ നോമിനൽ മെമ്പറിന് ഉണ്ടായിരിക്കുന്നതല്ല. ബാങ്കിൻ്റെ ലാഭത്തിന് ഡിവിഡൻഡ് കൊടുക്കുന്നതും ഈ അസോസിയേറ്റ് മെമ്പറിനോ നോമിനൽ മെമ്പറിനോ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എ ക്ലാസ് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 2 മെമ്പർഷിപ്പ്, ഓർഡിനറി മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ റിയൽ മെമ്പർ എ ക്ലാസ് മെമ്പർ. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ അത് സി ക്ലാസ് മെമ്പറാണ്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല, അവർക്ക് സാധാ ഒരു മെമ്പർഷിപ്പ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തൊരു പോയിൻ്റാണ് എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ. സെക്ഷൻ 17 പ്രകാരം ഒരു മെമ്പറിനെ എക്സ്പെൽ ചെയ്യുക, അതായത് പുറത്താക്കുക. അക്കോർഡിംഗ് ടു സെക്ഷൻ 17 ഓഫ് ദ ആക്ട്, എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഹു ഹാസ് ആക്റ്റഡ് അഡ്വൈസ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. അതായത് സൊസൈറ്റിക്ക് വിരുദ്ധമായിട്ട് സൊസൈറ്റിക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആളുടെ മെമ്പർഷിപ്പ് എക്സ്പെൽ ചെയ്യാൻ പൊതുയോഗത്തിന് അനുവാദമുണ്ട്. അപ്പോൾ ഒരാളുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്യാനുള്ള അധികാരം ജനറൽ ബോഡിക്കാണ്, പൊതുയോഗത്തിനാണ്. സൊസൈറ്റിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെമ്പറിനെ നമുക്ക് പുറത്താക്കാനായിട്ട് പറ്റും. അത് ജനറൽ ബോഡിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ പറ്റത്തുള്ളൂ. അടുത്ത, ഫൈനൽ അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫൈനൽ അതോറിറ്റി ആരാണ്? ജനറൽ ബോഡിയാണ് ഫൈനൽ അതോറിറ്റി. സെക്ഷൻ 27 അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ജനറൽ ബോഡി തന്നെ പലതരത്തിലുണ്ട്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. ജനറൽ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുയോഗം. അതായത് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് 3 മാസത്തിനകം കൂടുന്ന ജനറൽ ബോഡി മീറ്റിംഗാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. അതായത് നമ്മളൊരു സംഘം പുതുതായിട്ട് തുടങ്ങുമ്പം ആ സംഘത്തിൽ നമ്മൾ പുതുതായിട്ട് തുടങ്ങുമ്പം ആ സംഘത്തിന് ആപ്ലിക്കേഷൻ രജിസ്റ്റർ കൊടുത്ത പുതുതായിട്ട് മെമ്പർഷിപ്പൊക്കെ എടുത്ത് അവർക്ക് മാത്രം കൂടാവുന്നൊരു പൊതുയോഗമാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. ഒരു സംഘം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ മീറ്റിംഗാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ
എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ദ മീറ്റിംഗ്, പ്രസിഡൻറ്റിനെ സെലക്ട് ചെയ്യും. അഡ്മിഷൻ ഓഫ് ദ മെമ്പേഴ്സ്, പുതിയ മെമ്പേഴ്സിൻ്റെ അഡ്മിഷൻ. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ കൊടുക്കുക. പിന്നെ പാസിംഗ് ബഡ്ജറ്റ്, അടുത്ത വർഷത്തിലേക്കുള്ള, അടുത്ത പ്രൊസീഡിങ് വർഷത്തിലേക്കുള്ള ബാങ്കിൻ്റെ ബഡ്ജറ്റ് പാസ്സാക്കുക. കുറേ കാര്യങ്ങളാണ്. ആദ്യ ജനറൽ ബോഡി മീറ്റിംഗ്, അതായത് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘം പുതുതായി തുടങ്ങുന്ന ഒരു സംഘം പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംഘം ആദ്യമായി കൂടുന്ന മീറ്റിംഗാണ്. അത് 3 മാസത്തിനകം രജിസ്റ്റർ ചെയ്ത് 3 മാസത്തിനകം അത് കൂടിയിരിക്കണം. ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷനിൽ ഒപ്പിട്ട് അവർ കൂടുന്ന ആദ്യത്തെ മീറ്റിംഗാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. അടുത്ത മീറ്റിംഗാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, അതായത് വാർഷിക പൊതുയോഗം. നമുക്കറിയാം, ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ്, അതായത് മാർച്ച് 31 കഴിഞ്ഞ് സെപ്റ്റംബർ 30 തൊട്ടടുത്ത 6 മാസത്തിനകം കൂടിയിരിക്കേണ്ട ഒരു പൊതുയോഗമാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അഥവാ വാർഷിക പൊതുയോഗം. എല്ലാ ബാങ്കുകളും മാർച്ച് 31 കഴിഞ്ഞ് തൊട്ടടുത്ത 6 മാസത്തിനകം, അതായത് സെപ്റ്റംബർ 30 വാർഷിക പൊതുയോഗം കൂടിയിരിക്കണം. വാർഷിക പൊതുയോഗത്തെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യുക. ഇലക്ഷൻ ഇഫ് എനി പ്രിസ്ക്രൈബ്ഡ് മാനർ ഓഫ് കമ്മിറ്റി അതർ ദാൻ നോമിനേറ്റഡ് മെമ്പേഴ്സ്, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ തീരുമാനം എടുക്കുക. കൺസിഡറേഷൻ ഓഫ് ദ ആഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ആനുവൽ റിപ്പോർട്ട്, അതായത് ഓഡിറ്റ് റിപ്പോർട്ടും വാർഷിക റിപ്പോർട്ടും നമ്മൾ കൺസിഡർ ചെയ്യുക. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, നമ്മുടെ ബാങ്കിൻ്റെ പ്രോഫിറ്റിനെ വീതിക്കുന്നതിനെ പറ്റി തീരുമാനമെടുക്കുക. തുടങ്ങിയ കാര്യങ്ങളാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനകത്ത് നമ്മൾ പറയുന്നത്. അടുത്ത സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി മേ അറ്റ് എനി ടൈം കാൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് കൂടുന്ന മീറ്റിംഗാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. അടുത്തതാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 27 ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി ഷാൽ ബി ഏരിയ ഓഫ് കംപ്രൈസ്ഡ് ഇൻ 1 or more than താലൂക്ക് ഓർ നമ്പർ ഓഫ് മെമ്പേഴ്സ് സൊസൈറ്റി നോട്ട് ലെസ് ദാൻ 1000. അതായത് ഒരു ബാങ്കിൻ്റെ പ്രവർത്തന പരിധി 1-ൽ കൂടുതൽ താലൂക്കുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ 1000-ൽ കുറയാതെ മെമ്പർഷിപ്പുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ് കൂടാം. ഇതാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ്. റെപ്രസെൻറ്റേറ്റീവിനകത്ത് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി കാണും, റെപ്രസെൻറ്റേറ്റീവ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി കാണും. അതുപോലെ തന്നെ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ എനി റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ ബി നോട്ട് എക്സീഡ്, അതായത് 2050 ഇൻ ദ കേസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ഡസ് നോട്ട് എക്സീഡ് 2500. 2500-ൽ താഴെയാണ് മെമ്പർഷിപ്പെങ്കിൽ 50 പേരായിരിക്കും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ് കാണുന്നത്. 2500 മുതൽ 10,000 വരെ മെമ്പേഴ്സുള്ള ഒരു ബാങ്ക് ആണെങ്കിൽ 200 പേരാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കാണുന്നത്. അത് കൂടുതലാണെങ്കിൽ 500 പേരാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിങ്ങിനകത്ത് വരുന്നത്. അടുത്ത നമ്മൾ പഠിക്കുന്നത് കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ ബാങ്കിലെ മാനേജിങ് കമ്മിറ്റി, ബോർഡ് മെമ്പർമാരുടെ കാര്യമാണ് പഠിക്കുന്നത്. സെക്ഷൻ 28-ലാണ് ബോർഡ് മെമ്പർമാരെ പറ്റി പറയുന്നത്. കമ്മിറ്റി മീൻസ് ഗവേണിംഗ് ബോഡി ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി വാട്ട് ഓർ നെയിം ഈസ് കാൾഡ് ഓൺ വിച്ച് മാനേജ്മെൻറ്റ് ഓഫ് അഫെയർ ഓഫ് സൊസൈറ്റീസ് എൻട്രസ്റ്റഡ്. സെക്ഷൻ 2-നകത്ത് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ബോർഡ് മെമ്പർമാരെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒരു ബാങ്കിലെ ബോർഡ് മെമ്പർമാർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർക്കൊക്കെ വരാം, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഒരു ബാങ്കിൽ ആർക്കാണ് ബോർഡ് മെമ്പർ ആകാൻ യോഗ്യത ഉള്ളത്? ഇഫ് ഹി ഈസ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് അനദർ സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ്, ഒരേ തരത്തിൽ ഉള്ള ഒരു സംഘത്തിലാണെങ്കിൽ അവർക്ക് ബോർഡ് മെമ്പർ ആകാനായിട്ട് പറ്റും. ഇഫ് ഹി എ മെമ്പർ ഓഫ് കമ്മിറ്റി 2 or more സൊസൈറ്റി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്, വിവിധ തരത്തിലുള്ള 2 സംഘങ്ങളിൽ വേണമെങ്കിലും അവർക്ക് ബോർഡ് മെമ്പർ ആകാം. ഇപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, ഒരേ ടൈപ്പിലുള്ള ഒരു സംഘത്തിൽ അവർക്ക് ബോർഡ് മെമ്പർ ആകാനായിട്ട് പറ്റും. വിവിധ തരത്തിലുള്ള 2 സംഘങ്ങളിലും അവർക്ക് അംഗമാകാനായിട്ട് പറ്റും. അടുത്ത, ഇഫ് ഹീ ഈസ് എ നിയർ റിലേറ്റീവ് ഓഫ് ദ പെയ്ഡ് എംപ്ലോയി ഓഫ് ദ സൊസൈറ്റി, അതായത് സംഘം ജീവനക്കാരൻ്റെ അടുത്ത ബന്ധുവിന് നമുക്ക് വേണമെങ്കിൽ ബോർഡ് മെമ്പർ ആകാനായിട്ട് പറ്റത്തില്ല. അടുത്ത, ഡിഫാൾട്ടർ ടു ദ സൊസൈറ്റി ഓർ എനി അതർ സൊസൈറ്റി, സഹകരണ സംഘത്തിൽ കുടിശ്ശികയുള്ള ഒരാൾക്കും ബോർഡ് മെമ്പർ ആകാനായിട്ട് പറ്റത്തില്ല. അടുത്ത, ഈസ് എംപ്ലോയിഡ് ആസ് ലീഗൽ അഡ്വൈസർ ഓഫ് ദ സൊസൈറ്റി, സഹകരണ സംഘത്തിലെ ലീഗൽ അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്കും അതേ ബാങ്കിൽ ബോർഡ് മെമ്പർ ആകാനായിട്ട് പറ്റത്തില്ല. അടുത്തത്,
If he is a member of the committee which has been superseded and a period of 1 year has not elapsed from the date of supersession. ഏതെങ്കിലും ബാങ്കിൽ സഹകരണ ബാങ്കുകളിൽ അവിടുത്തെ ബോർഡ് മെമ്പർമാരെ ഗവൺമെൻറ് പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ ബോർഡ് മീറ്റിങ്ങിലുള്ള ഒരു മെമ്പറിന് 1 വർഷം കഴിയാതെ പുതിയ മെമ്പർ ആകാനായിട്ട് പറ്റത്തില്ല, ബോർഡ് ഓഫ് ഡയറക്ടർ ആകാനായിട്ട് പറ്റത്തില്ല. ഇഫ് ഹി ഹാസ് ബീൻ സർചാർജ്ഡ് അണ്ടർ സെക്ഷൻ 68 പ്രകാരം ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും കുറ്റത്തിനായിട്ട് പിടിക്കുകയും അവർക്ക് പിഴ ചുമത്തുകയും സർചാർജ് പ്രകാരം ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ഒരാൾക്കും ബോർഡ് മെമ്പർ ആകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആർക്കൊക്കെ ബോർഡ് മെമ്പർ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള ഒരു സംഘത്തിൽ ബോർഡ് മെമ്പർ ആകാം, വിവിധ തരത്തിലുള്ള 2 സംഘങ്ങളിൽ വേണമെങ്കിൽ അവർക്ക് ബോർഡ് മെമ്പർ ആകാം. സംഘ ജീവനക്കാരൻ്റെ അടുത്ത ബന്ധു ആകരുത്, കുടിശ്ശിക ഉള്ള ഒരാൾക്ക് ബോർഡ് മെമ്പർ ആകാനായിട്ട് പറ്റത്തില്ല, സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ബോർഡ് മെമ്പർ ആകാനായിട്ട് പറ്റത്തില്ല, ഏതെങ്കിലും സർചാർജ് നേരിട്ടവർക്കും ബോർഡ് മെമ്പർ ആകാനായിട്ട് പറ്റത്തില്ല, ഗവൺമെൻറ് പിരിച്ചുവിട്ടൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ഒരാൾക്കും 1 വർഷത്തേക്ക് ബോർഡ് മെമ്പർ ആകാനായിട്ട് പറ്റത്തില്ല. ബൈലോ പ്രകാരം എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്കും ബോർഡ് മെമ്പർ ആകാനായിട്ടും പറ്റത്തില്ല. അതായത് സംഘത്തിൻ്റെ നിയമാവലിയിൽക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരാൾക്കും ബോർഡ് മെമ്പർ ആകാനായിട്ട് പറ്റത്തില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത സൂപ്പർ സെഷൻ ഓഫ് എ കമ്മിറ്റി എന്ന് പറയുന്നൊരു ഭാഗം. സൂപ്പർ സെഷൻ ഓഫ് എ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 32 പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പിരിച്ചുവിടുക, സൂപ്പർസീഡ് ചെയ്യുക. ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് രജിസ്ട്രാർ വന്നിട്ട് സഹകരണ ബാങ്കിലെ ബോർഡ് മീറ്റിങ്ങിലെ കമ്മിറ്റി മെമ്പർമാരെ പിരിച്ചുവിടുക. സെക്ഷൻ 32 പറയുന്നത്. ആസ് പെർ സെക്ഷൻ 32 ദ രജിസ്ട്രാർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ഹാവ് ടു റൈറ്റ് ടു സൂപ്പർസീഡ് എ കമ്മിറ്റി അണ്ടർ എനി ഫോളോയിങ് സർക്കംസ്റ്റാൻസ്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഗവൺമെൻറ്റിന്, അതായത് സഹകരണ സംഘം രജിസ്ട്രാറിന് നേരിട്ട് വന്ന് ബാങ്കിലെ ഭരണസമിതിയെ പിരിച്ചുവിടാം. വെൻ ദ കമ്മിറ്റി മേക്ക് എ ഡിഫാൾട്ട് ഓർ നെഗ്ലിജൻസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദ ഡ്യൂട്ടീസ് ആസ് പെർ ആക്ട്, റൂൾസ് ആൻഡ് ബൈലോ. സംഘത്തിലെ സംഘം നിയമം അല്ലെങ്കിൽ സഹകരണ നിയമവും തത്വങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഭരണസമിതിയെ രജിസ്ട്രാറിന് പിരിച്ചുവിടാം. വെൻ ദ കമ്മിറ്റി കമ്മിറ്റ്സ് എനി ആക്ട് വിച്ച് പ്രിജുഡീഷ്യൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുന്ന ഭരണസമിതി വേണമെങ്കിലും പിരിച്ചുവിടാം. വെൻ ദ കമ്മിറ്റി ഡിസൊബേ ഓർ വില്ലിംഗ്ഫുള്ളി ഫെയിൽ ടു കംപ്ലൈ ദ ലോഫുൾ ഓർഡർ ഓർ ഡയറക്ഷൻ അണ്ടർ ദ ആക്ട് ആൻഡ് റൂൾസ്. സഹകരണ നിയമങ്ങൾക്കും തത്വങ്ങൾക്കും എതിരെ അല്ലെങ്കിൽ ആ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഭരണസമിതിയെ വേണമെങ്കിലും ഗവൺമെൻറ്റിന് പിരിച്ചുവിടാം, രജിസ്ട്രാറിന് പിരിച്ചുവിടാം. On supersession of a committee, registrar may appoint a new committee consist of not more than 3 members of society for 1 year as administration. ഏതെങ്കിലും സഹകരണ സംഘത്തിൽ ഭരണസമിതിയെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ രജിസ്ട്രാർ 3-ൽ കുറയാത്ത ഒരു കമ്മിറ്റിയെ പുതുതായിട്ട് അവിടെ നിയോഗിക്കും. സാധാരണ അവരെ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണെന്നാണ് പറയുന്നത്. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ കാലാവധി 1 വർഷം വരെയാണ്. ചില സാഹചര്യത്തിൽ അത് നീട്ടി 2 വർഷം വരെ ആക്കാം. അപ്പോൾ സൂപ്പർ സെഷൻ ഓഫ് എ കമ്മിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണസമിതിയെ പിരിച്ചുവിടുക. സഹകരണ സംഘം നിയമങ്ങൾക്കും സഹകരണ സംഘം തത്വങ്ങൾക്കും ബാങ്കിലെ നിയമാവലിക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഭരണസമിതിയെ രജിസ്ട്രാർ പിരിച്ചുവിടും. ആ സ്ഥാനത്തേക്ക് 3-ൽ കുറയാത്ത ടീമിനെ ആ ബാങ്കിനെ നിയന്ത്രിക്കാനായിട്ട് ഭരണസമിതിയായിട്ട് പറഞ്ഞുവിടും. പൊതുവെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. 1 വർഷം വരെ അവരുടെ ഭരണത്തിലായിരിക്കും. എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ 2 വർഷം വരെ നീട്ടിക്കിട്ടാനായിട്ട് പറ്റും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത അഡ്ഹോക് കമ്മിറ്റി എന്നാൽ എന്താണ്? ADHOC. In the case of new society, the person who sign in the application for a registration are competent to appoint a committee. The term of the office of such a committee is normally a period of 3 months in the date of registration. അത് വളരെ സിമ്പിളാണ്. പുതുതായിട്ട് ഏതെങ്കിലും സംഘം രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ അടുത്ത 3 മാസത്തേക്ക് കൂടുന്ന ഒരു താൽക്കാലിക കമ്മിറ്റിയാണ് അഡ്ഹോക് കമ്മിറ്റി. പുതുതായിട്ടൊരു സംഘം രജിസ്റ്റർ ചെയ്യുമ്പം താൽക്കാലികമായിട്ട് കൂടുന്ന 3 മാസത്തേക്ക് കൂടുന്ന ഒരു താൽക്കാലിക ഭരണസമിതിയാണ് അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞത്. പുതിയ സംഘമായതുകൊണ്ട് അവർക്ക് ഒരു പുതിയ കമ്മിറ്റി അങ്ങനെ നിയോഗിക്കാനേ പറ്റത്തുള്ളൂ. അടുത്ത എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് എ മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി. ഒരു ബോർഡ് മീറ്റിങ്ങിൽ, സംഘത്തിലെ ബോർഡ് മീറ്റിങ്ങിൽ അത്യാവശ്യമായി വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? 1, നോട്ടീസ്. ഭരണസമിതി കൂടുന്നതിന് നമ്മൾ സെക്രട്ടറി നോട്ടീസ് കൊടുത്തിരിക്കണം. 2, മിനിറ്റ്സ് ബുക്ക്. അതായത് മാറ്റേഴ്സ് ഡിസ്കസ്ഡ് ആർ നോട്ടഡ് ഇൻ ദ ബുക്ക് ആർ നോൺ ആസ് മിനിറ്റ്സ് ബുക്ക്. നമുക്കറിയാം
ബോർഡ് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന മാറ്റേഴ്സ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് മിനിറ്റ്സ് ബുക്ക്. അടുത്ത അജണ്ട, ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ബിസിനസ് ടു ബി ക്യാരിഡ് അറ്റ് ദ മീറ്റിംഗ് നോൺ ആസ് അജണ്ട. നമ്മൾ കൂടുന്ന മീറ്റിംഗ്, നമ്മൾ കൂടുന്ന അല്ലെങ്കിൽ പൊതുയോഗം, അവയിൽ ഡിസ്കസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു മീറ്റിങ്ങിന്, സൊസൈറ്റിയുടെ മീറ്റിങ്ങിന് പ്രധാനമായിട്ട് വേണ്ട 3 കാര്യങ്ങളാണ് നോട്ടീസ്, മിനിറ്റ്സ്, അജണ്ട. നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിങ്ങിൻ്റെ അറിയിപ്പ്. മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്ക്. അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിങ്ങിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ അജണ്ട എന്ന് പറയുന്നത്. ഇതും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അടുത്തയാണ് എലക്ഷൻ പ്രൊസീജിയർ. സഹകരണ സംഘങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടപടിക്രമം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. നിലവിലുള്ള ഭരണസമിതി കാലാവധി തീരുന്നതിന് 60 ദിവസം മുമ്പ് സംഘത്തിൻ്റെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കണം. ഭരണസമിതി തീരുമാനത്തിൽ തിരഞ്ഞെടുപ്പ് തീയതി, സമയം, സ്ഥലം ഇവ വ്യക്തമാക്കണം. തിരഞ്ഞെടുപ്പ് നടന്നാൽ വരണാധികാരിയെ, അതായത് റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ച് നൽകാൻ ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കാനും തീരുമാനിക്കണം. വായ്പാ സംഘങ്ങളെ, കേന്ദ്ര സംഘങ്ങളെ, അപ്പെക്സ് സംഘങ്ങളെ, ഫെഡറേഷനുകളെ, പ്രാഥമിക സംഘങ്ങളെ ഇവയുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേരള സംസ്ഥാന സഹകരണ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇലക്ടറൽ ഓഫീസറിനെയും ഭരണാധികാരി നിയമിക്കുന്നത്. ഭരണാധികാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസറിനെ നിയമിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തീയതിക്ക് 35 ദിവസം മുമ്പ് അംഗങ്ങളുടെ ലിസ്റ്റ് ഇലക്ടറൽ ഓഫീസറിനെ ഏൽപ്പിക്കണം. അതായത് ഇലക്ഷൻ ആർക്കൊക്കെ വോട്ട് ചെയ്യാന്നുള്ള ലിസ്റ്റ് ഇലക്ടറൽ ഓഫീസറിനെ ഏൽപ്പിക്കണം. ഇലക്ടറൽ ഓഫീസർ, ഭരണാധികാരി പ്രാഥമിക വോട്ടർ പട്ടിക, അവസാന വോട്ടർ പട്ടിക, അതായത് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റും ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ 7 ദിവസത്തെങ്കിലും മുമ്പ് നമ്മൾ ഇവരെ അറിയിച്ചിരിക്കണം. എന്നിട്ട് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് 20 ദിവസം, ഇലക്ഷൻ 20 ദിവസം മുമ്പാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ റിട്ടേണിംഗ് ഓഫീസറാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസറുടെ വിജ്ഞാപന പ്രകാരം തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന് ക്ഷണക്കത്തയക്കുന്നത് ബാങ്കിൻ്റെ സെക്രട്ടറിയാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപന പ്രകാരം റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ നോമിനേഷൻ നിശ്ചിത തീയതിക്ക് മുമ്പ് നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. നോമിനേഷൻ പത്രികയോടൊപ്പം 250 രൂപ ഫീസ് കൊടുക്കുകയും ഇപ്രകാരം ലഭിച്ച നോമിനേഷനുകൾ ലിസ്റ്റ് പിന്നീട് അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ. പരീക്ഷയ്ക്ക് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ഒരു പോർഷനാണ് ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ബൈലോ മീൻസ് രജിസ്റ്റേർഡ് ബൈ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. സെക്ഷൻ 2B കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ബൈലോ കണ്ടെയ്ൻ റൂൾസ് റിഗാർഡിംഗ് ഡേ ടു ഡേ റണ്ണിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു ബാങ്കിൻ്റെ സൊസൈറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ പറയുന്ന കാര്യമാണ് ബൈലോ. അതായത് നിയമാവലി, ഒരു സംഘം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അവരുടേതായ നിയമാവലി എഴുതി തയ്യാറാക്കുന്നതിനെ പറഞ്ഞാണ് ബൈലോ എന്ന് പറയുന്നത്. നമ്മുടെ ബൈലയിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ബൈലോ ഓഫ് എ സൊസൈറ്റി ഷാൽ നോട്ട് കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആൻഡ് റൂൾസ്. ബൈലോ നിയമാവലി തയ്യാറാക്കുമ്പോൾ സഹകരണ നിയമങ്ങൾക്ക്, തത്വങ്ങൾക്ക് എതിരെ ഒന്നും അതിനകത്ത് ചെയ്യാനായിട്ട് പാടില്ല. പ്രധാനമായിട്ട് ബൈലയിൽ കാണുന്നത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സൊസൈറ്റി അല്ലെങ്കിൽ ബ്രാഞ്ച്, അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്, ഓഹരി മൂലധനം, അംഗത്വത്തെപ്പറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ബൈലോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രൊസീജിയർ റിഗാർഡിംഗ് വാല്യൂഷൻ ഓഫ് ഷെയർസ്, പിന്നെ ജനറൽ ബോഡിയുടെ മീറ്റിംഗ് കാര്യം, ഇങ്ങനെ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ബൈലോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ബൈലോയ്ക്കകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്. സൊസൈറ്റിയുടെ പേര്, അതുപോലെ സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിൻ്റെ പ്രവർത്തന പരിധി എങ്ങനെയാണ്, ഷെയർ ക്യാപിറ്റലിനെ പറ്റി പറയാറുണ്ട്, സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങളെ, പിന്നെ മാനേജിങ് കമ്മിറ്റിയിലുള്ള തിരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണ്, മാനേജിങ് കമ്മിറ്റി അംഗങ്ങളുടെ യോഗ്യത എന്തൊക്കെയാണ്, പിന്നെ കമ്മിറ്റികളുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും എന്തൊക്കെയാണ്, പൊതുയോഗത്തിൽ എത്ര ക്വാറം വേണം, കമ്മിറ്റിയിൽ എത്ര ക്വാറം വേണം, പൊതുയോഗത്തിൻ്റെ കടമകൾ, അധികാരങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ആ സൊസൈറ്റിയുടെ നടത്തിപ്പുകൾ, ബാങ്കിൻ്റെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്, കുറേ കാര്യങ്ങളാണ് നമ്മൾ ബൈലോയ്ക്കകത്ത് നമ്മൾ പറയുന്നത്. അടുത്തൊരു പോർഷനാണ് ബുക്സ് ആൻഡ് രജിസ്റ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘങ്ങളിൽ പ്രധാനപ്പെട്ട ബുക്കും അല്ലെങ്കിൽ രജിസ്റ്റേഴ്സും ഏതൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഒന്ന് മിനിറ്റ്സ് ബുക്ക്, നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, അത് നമ്മൾ ആൾറെഡി, ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ആപ്ലിക്കേഷനകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മെമ്പർഷിപ്പിനുണ്ടെന്ന് അയാളുടെ മെമ്പർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ്, അയാൾ എത്ര ഷെയർ എടുത്തു, എത്ര എമൗണ്ട് ഷെയർ ആണ്, ആ ഡീറ്റെയിൽസാണ് ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ വരുന്നത്. അഡ്മിഷൻ രജിസ്റ്റർ, ഓരോ മെമ്പറിൻ്റെയും
ഡേറ്റ് ഓഫ് അഡ്മിഷൻ, എത്ര ഷെയർ എടുത്ത്, അതാണ് അഡ്മിഷൻ രജിസ്റ്റർ വരുന്നത്. അടുത്ത നോമിനേഷൻ രജിസ്റ്റർ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺ നോമിനേറ്റഡ് ബൈ ദ മെമ്പേഴ്സ്, അതായത് മെമ്പർമാർ അവരുടെ അവകാശികളെ പറ്റി പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് നോമിനേഷൻ രജിസ്റ്റർ. അടുത്ത ഡേ ബുക്ക് ഓർ ക്യാഷ് ബുക്ക്, ബാങ്കിലെ ദൈനംദിന വരവ് ചെലവ്, റെസീപ്റ്റ്, ഡെയിലി റെസീപ്റ്റും ഡെയിലി എക്സ്പെൻഡിച്ചറും ഡെയിലി ബാലൻസുമാണ് ഡേ ബുക്ക്. ഡേ ബുക്കിൻ്റെ മറ്റൊരു പേരാണ് ക്യാഷ് ബുക്ക്. റെസീപ്റ്റ് ബുക്ക്, അതായത് പ്രൈമറി എവിഡൻസ് ഓഫ് ആൾ കാഷ് റെസീപ്റ്റ്, ചെല്ലാനെന്നാണ് നമ്മൾ പറയുന്നത്. റെസീപ്റ്റ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് റെസീപ്റ്റുകൾ, പൈസയായിട്ട് കിട്ടിയ വരവുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇറ്റ് മേ കൗണ്ടർ ഫോയിൽ ഓർ ബുക്ക് ഓർ കാർബൺ കോപ്പി ഓഫ് ബുക്ക്. നമുക്കറിയാം നമ്മുടെ ബാങ്കിൻ്റെ റെസീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലാനെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു കൗണ്ടർ ഫോയിൽ നമ്മളെപ്പോഴും സൂക്ഷിച്ച് വെക്കണം. വൗച്ചർ ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിലവുകൾ, പൈസ കൊടുത്തതിൻ്റെ രേഖയാണ് വൗച്ചർ ഫയൽ. പിന്നെ ജനറൽ ലെഡ്ജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് റെസീറ്റ് ആൻഡ് ഡിസ്പേഴ്സൺ, നമ്മുടെ R&D എന്ന് പറയും. R&D പറ്റി നമുക്ക് പിന്നെ പഠിക്കാം. R&Dയിലെ ബാലൻസിനെ പറ്റി പറയുന്ന ടോപ്പിക്കാണ്. R&Dയിലെ ബാലൻസുകൾ എടുത്തെഴുതുന്നത് ജനറൽ ലെഡ്ജറാണ്. മന്ത്ലി R&D, റെസീപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സൺ എന്ന് വെച്ചാൽ R&Dയെ പറ്റി ജനറൽ ലെഡ്ജറെ പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം. പിന്നെ രജിസ്റ്റർ ഓഫ് ഡിവിഡൻറ്റ്, അതായത് മെമ്പേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റ്, പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്ന ഡിവിഡൻറ്റിനെ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് ഡിവിഡൻറ്റ് രജിസ്റ്റർ. സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ ബാങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അക്കൗണ്ട്സ് തുക എന്തെങ്കിലും മിസ്റ്റേക്കായി തോന്നുകയാണ്, ഏതെങ്കിലും എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിലാണ് ഇടുന്നത്. റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടിഫിക്കേഷൻ, ഏതെങ്കിലും തെറ്റ് തിരുത്തുന്ന ട്രാൻസാക്ഷനിലുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുന്ന രജിസ്റ്ററാണ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. പ്രധാനപ്പെട്ട 13 രജിസ്റ്റേഴ്സാണ്. ഒന്ന് മിനിറ്റ്സ് ബുക്ക്, ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, അഡ്മിഷൻ രജിസ്റ്റർ, നോമിനേഷൻ രജിസ്റ്റർ, ഡേ ബുക്ക് ഓർ ക്യാഷ് ബുക്ക്, റെസീപ്റ്റ് ബുക്ക്, വൗച്ചർ ഫയൽ, ലെഡ്ജർ ഓഫ് ബോറോയിങ്സ്, ജനറൽ ലെഡ്ജർ, രജിസ്റ്റർ ഓഫ് മന്ത്ലി റെസീറ്റ് ആൻഡ് ഡിസ്പേഴ്സൺ, അതായത് R&D, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം. രജിസ്റ്റർ ഓഫ് ഡിവിഡൻറ്റ്, സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ, റെക്ടിഫിക്കേഷൻ ഓഫ് രജിസ്റ്ററാണ്. ഇങ്ങനെ 13 പ്രധാനപ്പെട്ട രജിസ്റ്റേഴ്സാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റേഴ്സാണ് പ്രധാനപ്പെട്ട രജിസ്റ്റർ ചെയ്യേണ്ടത്. അതേപോലെ വായ്പാ സംഘങ്ങൾ സൂക്ഷിക്കേണ്ട രജിസ്റ്ററുകളാണ് ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, ലോൺ രജിസ്റ്റർ, ലയബിലിറ്റി രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ പേരിനകത്ത് തന്നെ അതൊക്കെ എന്താണ് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.